മാഡത്തെ കണ്ടപ്പോൾ മാഡം വളരെ അനുകൂലമായിട്ടാണ് നമ്മളോട് സംസാരിച്ചത്. CPASൻ്റെ ഡയറക്ടർ അവിടെ എവിടെയുണ്ട്, വിളിക്കാമെന്ന് പറഞ്ഞ് ഫോണിൽ വിളിച്ച് അദ്ദേഹം വന്ന് അന്നേരം അദ്ദേഹം ആദ്യം മുതലേ എഗൻസ്റ്റ് ആയിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. കാരണം ഇതെന്തോ എന്തോ വലിയ അപരാധം ചെയ്ത രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം പ്രിൻസിപ്പളിനെയും ഈ സാറിനെയും സജി സാറിനെയും മറ്റേ ടീച്ചറിനെയും സംരക്ഷിക്കുന്ന രീതിയിലാണ്. CPASൽ ഇങ്ങനെ ഇപ്പം രണ്ടാമത്തെ ദുരൂഹ മരണമാണ്. മിനിസ്റ്റർ എന്താണ് ഈ ഹരികൃഷ്ണനോട് പറഞ്ഞത്? ഇത് നടപടി എടുക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇവർക്കെതിരെ നടപടി എടുക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത്. പ്രധാനമായിട്ടും പ്രിൻസിപ്പളിനെ മാറ്റുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. പ്രിൻസിപ്പളിനെ മാറ്റണമെന്ന് തന്നെ പറഞ്ഞു. പ്രിൻസിപ്പളിനെ മാറ്റിക്കൂടെ എന്നാണ് ചോദിച്ചത്. അതും അദ്ദേഹം ഇതുവരെ കൈക്കൊണ്ടില്ലല്ലോ. ഞാൻ അന്ന് മോഹൻ കുന്നുമ്മൽ സാർ ഇവിടെ വന്നപ്പം ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് കൊടുക്കും. സാർ അവിടെ ചെന്നിട്ട് ഈ പിള്ളേരെ എല്ലാം വിളിച്ചു വരുത്തി, ഈ 50 പിള്ളേരെയും വിളിച്ചു വരുത്തിയിട്ടൊരു പ്ലെയിൻ പേപ്പർ കൊടുത്തിട്ട് നിങ്ങളുടെ പേരോ അഡ്രസ്സോ ഒന്നും എഴുതരുത്, അല്ലാതെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം എഴുതിയിട്ട് അതിനൊരു ബോക്സും കൊടുത്ത് അങ്ങനെ ഇട്ടെന്നൊക്കെയാണ് സാറ് പറഞ്ഞത്. പിന്നെ അതിനുശേഷം അന്ന് വൈകിട്ട് തന്നെയാണ് ഈ 4 അംഗ സമിതി ഇവിടെ വന്നത്. അവരും പറഞ്ഞത് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് കൊടുക്കാമെന്നാണ്. പക്ഷേ ഇതുവരെ റിപ്പോർട്ടൊന്നും മന്ത്രിയുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല. 10 പേരടങ്ങുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അതിൽ നിന്ന് നേരത്തെ അമ്മുവിനെ അവർ റിമൂവ് ചെയ്തിരുന്നായിരുന്നു. അന്നേരം ആ വാട്സാപ്പ് ഗ്രൂപ്പ് കേന്ദ്രീകരിച്ച് അന്വേഷിച്ചാൽ കൂടുതൽ തെളിവുകൾ കിട്ടുമെന്നാണ് ഞങ്ങളുടെ ഒരു 14-ാം തീയതി അമ്മു നമ്മൾ വിളിക്കുമ്പോൾ പറഞ്ഞത് സജി സാറിനെ, സൈക്കാട്രിയിലെ സജി സാറിനെ കാണണമെന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് അവൾ അദ്ദേഹത്തിൻ്റെ റൂമിൽ ചെന്നപ്പോൾ അദ്ദേഹം നേരത്തെ പോയി എന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റേന്ന് രാവിലെ നമ്മൾ രാവിലെ വിളിച്ചപ്പോഴും സജി സാറിനെ പോയി കണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഇല്ല, ഞാൻ കോളേജിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അറിഞ്ഞത് ഈ 50 പിള്ളേർ ഒരുമിച്ചിരുത്തി ഒരു സജി സാർ എന്തോ കൗൺസിൽ ചെയ്ത് കൗൺസിലിങ് നടത്തിയതിന് ശേഷം ഇവൾ സാറിൻ്റെ റൂമിൽ ചെന്നു എന്ന് പറഞ്ഞു. അന്നേരം ഈ 3 പെൺകുട്ടികളും ബാക്കിൽ ചെന്നു എന്നാണ് നമ്മൾ അറിഞ്ഞത്. അവിടെ വെച്ച് എന്താ നടന്നതെന്നുള്ളത് ഇനിയിപ്പം സജി സാറിൻ്റെ മൊഴിയെ ആശ്രയിച്ചിരിക്കും. സജി സാറിനെ ചോദ്യം ചെയ്താലേ അത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതിന് ശേഷമാണ് ഇവൾ ഹോസ്റ്റലിലോട്ട് പോയത്, ഇതൊക്കെ സംഭവിക്കുന്നത്.